നീ എവിടെയാ? ഞാൻ ഈ ഇടവഴിയിലെത്തി. നീ അവിടെ നിക്ക്. ഇന്ന് വരുവോ? ഒരു 10 മിനിറ്റ്. അവളാള മറിയാമ്മേ, ഇവനെവിടെയും കാണാലോ. ഇത് കുപ്പിയില്ലേ? ഇന്ന് കുപ്പിയല്ല, കരിങ്കല്ല. ബുദ്ധിവികാസം ഇല്ലാത്ത പ്രോഡക്റ്റാ, വെറുതെ ഏറ് മേടിക്കണ്ട. അവൻ കാര്യം അന്വേഷിച്ചെടുക്കണ്ട്. കരയണ്ടാട്ടാ, നടുവത്ത് കരയണ്ടടവത്തെ വാവേ. കൊച്ചു കരയാള. എന്താന്നറിയില്ല കേട്ടാ. പാല് കൊടുക്ക്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ കുപ്പിയിലൊന്നും കരുതൂലേ? പെട്ടെന്ന് എടുക്കാൻ മറന്നേ. ഇവരങ്ങനെയാ, കൈവശം കൊണ്ടുവന്നിരുന്ന് എടുക്കൂല. നിങ്ങൾ ഓർമ്മിപ്പിക്കണം. നമുക്ക് ആ കാറി കയറി പാല് കൊടുത്തോട്ടെന്ന് ചോദിച്ചാലോ? ചെല്ല്, ഇപ്പൊ അവള് സമ്മതിക്കും. ചേച്ചി, കൊച്ചിന് പാല് കൊടുക്കണ കാറിലൊന്ന് കയറിക്കോട്ടെ. അത് എനിക്കിപ്പൊ തന്നെ പോണോലോ ചേച്ചി. ഒരു കാലി കുപ്പി കൊടുക്കാത്തവളാ, പിന്നെയാണ് ഇനി ആ വണ്ടി കയറ്റി ഇരുത്താൻ പോണേ. ചേച്ചി പോയി കയറിക്കോ. തനിക്ക് വല്ല കൃമികടി ഉണ്ടാ? ആഹാ, അതായിരുന്നു കുഴപ്പം. നല്ല കപ്പങ്ങ തോരൻ വെച്ച് നിന്നാ മതി, മാറിക്കോളും. എടോ ഓടി. ചേച്ചി താക്കോലോ വണ്ടിയുടെ ഗ്ലാസ് കയറ്റിടാൻ. മനുഷ്യന്മാരായ വല്ല ഉപകാരം ചെയ്ടി. എന്ന് തനിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി ഒന്നുമില്ല, നിങ്ങൾ കുടിക്കോ. നിന്നെ ഞാൻ അന്നേ നോട്ടോട്ട് വെച്ചണ്ട. നിന്റെ നോട്ടം തന്നെ അത്ര ശരിയല്ല. നീ പോടാ. പൂടി തന്നെ അവിടുന്ന്. അയ്യോ, എന്റെ വണ്ടി, എന്റെ വണ്ടി. മര്യാദക്ക് നീ പറഞ്ഞോ എന്റെ വണ്ടിയുടെ കൂട്ടായിന്ന്. എനിക്കെങ്ങനെ അറിയാം? വല്ല ആഗ്രഹകാരായിരിക്കും അത്. നീ അവരുടെ ഗ്യാങ്ങിൽപ്പെട്ടതാ. പിന്നെ നിങ്ങൾ 3 പേര് പ്ലാൻ ചെയ്യണ ഞാൻ കണ്ടതാ. ഞങ്ങളത് മിറ്റം പ്ലാൻ ചെയ്തൊന്നല്ല. ഞാൻ മിറ്റം അറിയൊന്നുമില്ല അവരെ. ഇവിടെ എന്റെ വണ്ടിയുടെ കൊണ്ടുതാ. ഞാൻ എങ്ങനെ അറിയാനാ? നീ വല്ല സ്റ്റേഷനിലും കൊണ്ട് പരാതി കൊടുക്ക്. കൊടുക്കണ്ട്, നീ പോവാൻ വരട്ടെ. ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പോവാണ്. ആരെങ്കിലും ഓടി വരണേ, ഓടി വരണേ, വേഗം വരണേ, ഓടി വരണേ. മറിയാമേ, നീ ഇങ്ങനെ കിടന്ന് ഒച്ചെടുത്ത് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താവും? നിന്റെ നാട്ടുകാർ പഞ്ഞിക്കിട്ട് പോലീസിലേപ്പിക്കും. എന്തിന്? ഒരു കല്യാണം പോലും ഞാൻ കഴിച്ചിട്ടില്ല. അല്ലേ തന്നെ 35 കഴിഞ്ഞു വിവാഹ കമ്പോളത്തിന് ഒരു ഡിമാൻഡും ഇല്ല. ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാണ്ടല്ലോ എന്റെ കാര്യം കട്ട പോകയാ. അങ്ങനെയുള്ള ഒരു പണിക്ക് പോവരുത്. എന്ത് പണി മോളെ? ചേട്ടന് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാ. ചെന്നിട്ട് വേണം മരുന്ന് കഴിക്കാൻ. ചേട്ടൻ പൊക്കോട്ടെ. അങ്ങനെ നിന്നെ ഞാൻ വിടൂല. എന്റെ കൊച്ചു വല്ലൂര് കാണൂന്ന്. കാണട്ടെ, 10 പേര് കൂടട്ടെ, എന്നിട്ട് വേണം എനിക്ക് കാര്യം പറയാൻ. വീട്ടു കൊച്ചെ, എന്നെ വെറുതെ നാണം കെടുത്തല്ലേന്ന്. എന്ന് എന്റെ കൂടെ സ്റ്റേഷൻ വരെ വാ. വരാം, വിട്ടോ. വിടൂല, നിനക്ക് ഓടാനല്ലേ? എടാ വിഷ്ണു, എന്റെ കൂടെ വാ. വിടാൻ. എന്റെ കൂടെ സ്റ്റേഷൻ വരെ വാ. ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തല്ലാന്ന്. എന്നാ വാന്ന്. എടാ വിഷ്ണു, എന്തേടാ? എടാ ഇവളെന്നെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടാന്ന്. അയ്യോ അയ്യോ, എനിക്ക് തല ഇറങ്ങണേ. അയ്യോ, എന്താ പറ്റിയ? ഓടിക്കോളാ. അയ്യോ, എടാ, നിന്റെ പാട്ടവണ്ടി വല്ല ആക്രിക്കടേ കാണൂടി. സംഗപ്പോ, നീ കൊച്ചിന് നല്ലൊരു ആലോചന ഉണ്ടാന്ന് പറഞ്ഞിട്ട് അതിന് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഡിമാൻഡ് വെച്ചിട്ടല്ലേ? അതൊന്നും ഇനി നോക്കണ്ട, നീ നല്ലതൊരെണ്ണം കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഒരു കേസുണ്ട്. ഓ, ചെക്കനത് MBBS അങ്ങനെ എന്തോ പഠിച്ചേക്കണതാ. ഇത്ര കനത്തിൽ പഠിപ്പുള്ളവർ ഈ പാവപ്പെട്ടവന്റെ കുടുംബത്തേക്ക് വരോ? തങ്കപ്പം കൊണ്ടുവരും. ആ ബ്രോക്കറെ കാണാനില്ല. നീ തിരക്ക് പിടിക്കില്ലേ ആ പെണ്ണിനെ ഒന്ന് കാണാനായിട്ട്? ബൈജു ചേട്ടാ. ആ, നീയോ? ചേട്ടൻ ഇവിടെ? ഞങ്ങൾ പിന്നെ ഒരു പെണ്ണ് കാണാൻ വന്നത്. അല്ല, നീ എന്തിവിടെ? എന്റെ വീട് അടുത്താ. അതെയോ? ആ, പിന്നെ വല്ല പണി ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടാ. ആ, പറയാടാ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ പഴയതുപോലെ കളിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഭാര്യ ഗർഭിണിയാ. ഭാര്യയോ? ആ ചെറുക്കൻ ചെറുപ്പത്തിൽ ഒരുത്തിന് അടിച്ചോണ്ട് വന്നില്ലേ? ആ, എന്നാ ശരി. ഈ ബദാം മരത്തിന് വരെ പെണ്ണ് കിട്ടി. ഇവൻ ആളിത്തിരി അഹങ്കാരി കേട്ടോ. ഏയ് പാവൻ ചെക്കൻ. അവൻ ആ കഴിക്കണ വൾഗർ കളഞ്ഞു നോക്കി. വൾഗറല്ല, ബർഗർ. എന്താണെങ്കിലും. ആ, ബ്രോക്കർ വരുന്നുണ്ടല്ലോ. എന്താ ഈ ബ്രോക്കറെ? ബാപ്പാ, അപ്പൊ പെണ്ണ് കാണണ്ടേ? എടാ, നമ്മൾ ഇന്ന് കാണാന്ന് പറഞ്ഞപ്പോ ഇന്നലെ വേറൊരുത്തിന്റെ കൂടെ പോയിന്ന്. എന്തായാലും കെട്ടിട്ടല്ലല്ലോ പോയെ, നമുക്ക് നല്ലത് വേറെ നോക്കാം. എന്നാലും ഇത് ഇത്തിരി മോശമായി പോയിട്ടോ. എനിക്ക് വേറൊരു പാട്ടിന് പെണ്ണ് കാണിക്കാനുണ്ട്. ശരിയാണോ? ഈ 2K പിള്ളേര് ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യൂലേ? ഒന്നിനെയും പഴുക്കാനും മൂക്കാനും നിർത്തല്ല, ഒക്കെ കണ്ണി വാങ്ങാച്ചാറിന് പോവാ. അല്ലേ വൈജു? അതെ അതെ. എടാ പിള്ളേരെ, ഈ കാക്കിലെടുത്ത വണ്ടിയിലേക്ക് ഒന്ന് വെച്ചടാ. പോണ വഴിക്ക് ഞങ്ങൾ ആ ജംഗ്ഷനിൽ ഇറക്കോ? വേടുത്ത് നോക്കി, നമുക്ക് ഒരുമിച്ചോണ്ട് പോവാം. എന്നാ എടുത്ത് നോക്കിയാലേ? വാ, കേറിക്കോ. എടാ ജോപ്പൊന്ന് എന്റെ കൊല്ലം പിടിക്കാണ്.
അപ്പൊ ഇത് നിങ്ങളുടെ അല്ലേ? നടണം, വെള്ളം ഒഴിക്കണം, വളം ഓർണം, ഇതൊക്കെ ആർക്ക് പറ്റും? അയ്യടാ, ഞങ്ങൾ ഈ കളവിനൊന്നും കൂട്ടിക്കൂല. ഇവിടെ ഇറങ്ങിറക്ക. ഇടി കണ്ട തൂറിന്റെ കേറങ്ങട്. വേഗം വിട്ടോ, വേഗം വിട്ടോ, വേഗം വിട്ടോ, പുറകെണ്ട്. എന്ത് തെറ്റാണ് ഞങ്ങൾ നിന്നോട് ചെയ്ത? പന്നി മൂഞ്ചി തൊലിയുണ്ടോ? എന്താ പറ്റിയേ? കക്കാൻ പോകുമ്പോഴേക്ക് ഡീസൽ അടിച്ചു മാറി. അതിന്റെ ഓൺ റോഡ് വയ്ക്കണം. അപ്പൊ ഇതും കേട്ടതാ? ഇന്നല്ലാണ്ട് വണ്ടി നിർത്തിണ്ടോ? പിടിക്കാരെ ആ തണ്ടീനെ പോയി പിടിക്കാം. അവനെ അവള് റെഡി ആയോ? അവള് കുളിക്കാൻ കയറിയേക്കാണ്. ഈ നേരം ഉണ്ടായിട്ടോ? നീ അവളോട് വേറെ റെഡി ആവാൻ പറഞ്ഞേ. അല്ല ബൈജു, നിനക്ക് ഞാൻ തന്നല്ലേ? അവര് വന്ന് പോട്ടെ, തരാം. വെക്കട അവിടെ. എന്തിയേ? അയ്യോ, എന്റെ മാല. ജോസേ, ആ ചെക്കനാ മാലയും പൊട്ടിച്ചു. സൈബ പിടിക്കണവനെ. അവൻ മാല പിടിച്ചിട്ട് പോണത്. അവനെങ്ങനെ പോണേ? കട്ടവനെ പിടിക്കാൻ. ഈ നാട്ടിലെന്താ ഓട്ടക്കാര് മാത്രമേ ഉള്ളൂ? അത് പോട്ടെ, അത് അവൻ തിന്നണ്ടാവും. തിന്നിട്ടുണ്ടെങ്കിൽ അവനെ ചവിട്ടി തൂറിച്ചിട്ടാണ് സാധനം കൊണ്ട് ചക്കൻ വരുള്ളൂ. എന്താണ് തങ്കപ്പ നീ പറയണേ? ചെറുക്കൻ 3-4 ലഡു എടുത്തൊന്നും പറഞ്ഞ? ലഡുവോ? അപ്പൊ നിങ്ങൾ മാല ഓടിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞിട്ട്? അതാ ചെക്കന്റെ കൈ കൊണ്ട് മാലയുടെ കുളത്തൊന്നും ഇട്ടതാ. അതാ അളിയന്റെ ചെറുക്കനാ. ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ വരെ. ബ്രോക്കറെ, ഇന്നിവിടെ ഞാൻ ഇവിടെ വന്ന് പെട്ടതാ. വിട്ടോ വിട്ടോ. പിന്നെ കാണാം. ഞാൻ ഇനി ഇവിടെ നിന്ന് തല്ലി ഓടിക്കണെന്തിനാ? നീ എങ്ങനെ ചെറുക്കനെ കണ്ടായിരുന്നോ? എവിടെന്ന്? ഞാനൊരു വെള്ള ഷർട്ടും നീലപ്പാന്റും മാത്രം കണ്ടോളൂ. മോനെ, ബൈജുവിന് കിട്ടിയ? ഇല്ല, ബൈജുനെ കണ്ടില്ല. ആ ബ്രോക്കർ എന്ത്? ബ്രോക്കർ അങ്ങോട്ട് ഓടിപ്പോയിണ്ട്. അതെ, അവക്കടെ ആങ്ങളയുടെ മോന ബൈജു. അവന് ഇവിടെ ഒരു ബന്ധുക്കാരുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടാ? പിന്നെ പരിചയമില്ലാണ്ടാ? ആഹാ, മോൻ വാ. അവര് വന്നോളൂന്നേ. അവര് വന്നോളും, മോൻ വാന്നേ. അതെ, ഇത് വാ. കഴിക്കട്ടാ. എടുക്ക്. മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛനും അമ്മയും പെങ്ങളും. എനിക്ക് 3 മക്കളാ. മൂത്തത് ചെക്കനാണെന്ന് പറയാം, പിന്നെ 2 പെണ്ണ്. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? ആര്? ഞാനോ? ചേട്ടനല്ല, പെണ്ണിന്റെ ചേട്ടൻ. അവരൊറ്റ പ്രസവത്തില് 3 പേരാ. ആഹാ, അത് കളിക്ക്. ഒറ്റടിക്ക് 3 പേര്. കൊള്ളാം. അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. ഈ നമ്മൾ പറയില്ല, ഈ ഒറ്റടിക്ക് 2-3 പേരെന്നൊക്കെ. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതാ. നാക്കുളുക്കാനുള്ള ദൈവമേ. നിങ്ങൾ അമ്പലക്കാരാണോ പള്ളിക്കാരാണോ? 2 കൂട്ടരുടെ ഫോട്ടോ ഉണ്ടല്ലോ അവിടെ. ഞാൻ പള്ളിക്കാരനാ, ഇവിടെ അമ്പലക്കാരിയാ. ബ്രോക്കർ പറഞ്ഞ MDMA ആണെന്ന്. ആര്? ഞാനാ? അത്ര വലിയ പഠിപ്പെന്ന് പറഞ്ഞ? പഠിപ്പാ, MBA. എന്തായാലും കേക്കാൻ മുന്തിയ സാധനം MDMA ആണ്. കേക്കാൻ മാത്രല്ല, അറിയപ്പെടാനും MDMA തന്നെയാ നല്ലത്. ഇനി വൈകണ്ട, പെണ്ണിനെ കാണാലാ. വന്ന സ്ഥിതിക്ക് എന്നാ എല്ലാരും കാണാം. വിളിക്ക്. മോളെ, എന്താ പേര്? സുസ്മിത. സെന്നുണ്ടോ? സെന്നിൽ ഓൾട്ടുണ്ട്. തങ്കുമാമി. ഇതെന്റെ 2ാമത്തെ മോളാ. എടാ നീയാ? നീയാ?